പോക്കോയുടെ പോക്കോ F7 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F7 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പോക്കോ F7 അൾട്രയിൽ 6.6 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല റെസൊല്യൂഷനിലായിരിക്കും ഈ ഒരു ഫോൺ വരിക. പിന്നെ OLED പാനലായിരിക്കും ഇതിൽ വരിക. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 450 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് 3200 nits വരെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ ഇതിൽ വരും. ഇനി ഈ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഇത് സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വരും. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൺ വെട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരും. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഇത് ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ 32 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 20 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി ഒക്കെ വരുന്നതായിരിക്കും. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ മികച്ചൊരു ചാർജിങ് സ്പീഡും വയർലെസ് ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പൊതുവെ പോക്കോ റെഡ്മിയുടെ ഫോണുകൾ എടുത്തിട്ട് അത് റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കുകയാണ് ചെയ്യൽ. ഈ ഒരു ഫോണും അതുപോലെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അടുത്ത ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി KT Pro എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കോ F7 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ റെഡ്മി KT Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 43,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലൊക്കെ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. പോക്കോ F7 അൾട്ര ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടെങ്കിലും ഈ ഫോണിന്റെ വില എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 50,000 to 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്ന് ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും പോക്കോയുടെ പോക്കോ F7 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.